ഹലോ, ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. കാരണം നമ്മളിന്ന് പോയിട്ടുള്ള ഈ 2 സ്ഥലങ്ങളും ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ യൂട്യൂബിൽ കാണിച്ചതാണ്. അതായത് എൻ്റെ യൂട്യൂബിൻ്റെ ഫസ്റ്റ് വീഡിയോയും ഇതേ സെയിം കോണ്ടൻറ്റ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് അണ്ടിച്ചിറ ഷാപ്പിലാണ്, എറണാകുളം പിറവത്തുള്ള. നമ്മളങ്ങനെ ഷാപ്പിലെത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കപ്പയും അതുപോലെ മീൻ കറിയും കരിമീൻ ഫ്രൈയും ഞണ്ട് ഫ്രൈയും അതുപോലെ തന്നെ ഇടിയിറച്ചിയായിരുന്നു. ഫുഡിൻ്റെ കാര്യം പിന്നെ ഒന്നും പറയാനില്ല. നമുക്ക് ആ ഒരു ഇടിയിറച്ചി ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞണ്ടിൻ്റെയൊക്കെ മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാരി കിട്ടു സാധനമായിരുന്നു. കരിമീൻ എൻ്റെ ഓർമ്മ വെച്ച് തൊട്ടിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നതെന്ന് തോന്നുന്നു. ഈ ഭാഗത്ത് വെളുത്തുള്ളിക്ക് കുറച്ച് വില കുറവാണെന്നാണ് തോന്നുന്നത്. കാരണം എല്ലാത്തിലും വെളുത്തുള്ളി വാരി ഇട്ടിട്ടുണ്ട്. അച്ഛനവിടെ ഞണ്ടിൻ്റെ കാലുകൊണ്ടുള്ള മൽപ്പിടുത്തമാണ്. അങ്ങനെ ഫുഡൊക്കെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ആദ്യമായിട്ടാണ് ഷാപ്പിലെ ഫുഡ് കഴിക്കുന്നത്. അവർക്കും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നന്നായിട്ടുണ്ടായിരുന്നു. അവർ നന്നായിട്ട് ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു കുപ്പി കള്ളും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ കൈ കഴുകാൻ പുറകിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു കുളം അവിടെ കണ്ടത്. നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. ചെറിയ ചെറിയ മീനുകളൊക്കെ ആ കുളത്തിലുണ്ടായിരുന്നു. ബാക്കിലേക്ക് ഇറങ്ങിയ സമയത്ത് നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇത് ഒരു ടൈപ്പ് വെറ്റിലയാണ്. ഇത് പൂജകൾക്കൊക്കെ എടുക്കുന്ന ഒരു വെറ്റിലയാണ്, സാധാ വെറ്റില പോലത്തെ അല്ല. കൂടാണ്ട് അവിടെ കുറേ ജാതിക്ക മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കള്ളുഷാപ്പിൻ്റെ പുറകു വശം. ഇവിടെയാണ് നമ്മൾ കൈ കഴുകാനായിട്ട് വന്നത്. അപ്പോഴാണ് ഈ താഴെ കൂടെ പോന്നി ചെറിയൊരു കനാൽ, എന്താ പറയാന്ന് എനിക്കറിയില്ല. നല്ല തെളിഞ്ഞ വെള്ളമാണ്. നമ്മൾ പെട്ടെന്ന് വെള്ളം കാണാണ്ട് മുമ്പെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വല്ല അഴുക്കുചാലായിരിക്കുന്നു, പക്ഷെ നല്ല തെളിനീര് പോലത്തെ വെള്ളമാണ്. അപ്പം ഈ ഒരു സ്പേസും അതുകൂടാണ്ട് ഈ തൊട്ടിപ്പുറത്തുള്ള സ്പേസാണിത്. നമ്മൾ കള്ള് കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം കാണിച്ച സ്പേസിലും, കള്ള് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് ഇവിടെ ഇരിക്കാം. അങ്ങനെയാണ് സീറ്റ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലീൻ ആയിട്ടുള്ള സ്പേസാണുള്ളത്. ഇത് ഫാമിലിക്ക് ഇരിക്കാൻ പറ്റുന്നതാണ്. ഓപ്പോസിറ്റ് കാണുന്നത് കള്ള് കഴിക്കുന്നവർക്കുള്ളതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കുറച്ച് നാട്ടുകാരൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സ്ഥലം ഭയങ്കര കാമായിട്ടുള്ള ഒരു സ്ഥലമാണ്. റബ്ബറും തോട്ടങ്ങളും പൈനാപ്പിൾ തോട്ടങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര കാമായിട്ടുള്ള സ്ഥലമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന സമയത്ത് പൈനാപ്പിളൊക്കെ പഴുത്ത് നിൽക്കുന്ന സമയമായിരുന്നു, പക്ഷേ ഇപ്പോൾ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന അരീക്കൽ വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ നല്ല രസമാണ്, കയറി വരാൻ അത്ര രസം തോന്നുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് ഇതുപോലെ വെള്ളം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്രാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു. അത്യാവശ്യം ആളും ഉണ്ടായിരുന്നു. വന്നിട്ടുണ്ട്, കുറേ പേര് വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കുന്നുണ്ട്. നമ്മൾ കുറേ നേരം അവിടെയൊക്കെ നിന്ന് ഞാൻ മെല്ലെ വെള്ളത്തിലേക്ക് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ച് നിന്നപ്പോഴാണ് കാലിൽ എന്തോ കൊത്തുന്ന പോലെ തോന്നിയത്. നോക്കിയപ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞു മീനുകൾ കൂട്ടായിട്ട് വന്നിട്ടുള്ള ആക്രമണമായിരുന്നു. അതൊക്കെ വെച്ച് വെള്ളച്ചാട്ടമൊക്കെ ആസ്വദിച്ച് കുറേ നേരം അവിടെ നിന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കയറാൻ നേരത്ത് ഒരു ഉപ്പിലിട്ട മാങ്ങ കഴിച്ചു. ഉപ്പിലിട്ട മാങ്ങ എന്നുള്ള പേരിന് അന്വർത്ഥമാണ്, കാരണം ഉപ്പ് മാത്രമേ ആ മാങ്ങയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.